നമസ്കാരം. ഈ മാസം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് എന്നാണ് പറയുക. മാസത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആത്മാർത്ഥ ഹൃദയത്തോടെ ധ്യാനിക്കുന്നതിലൂടെയും ആരാധിക്കുന്നതിലൂടെയും എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും അവരുടെ ജീവിതം പുതിയ തുടക്കങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരുകയും ചെയ്യാം. സ്കന്ദപുരാണം അനുസരിച്ച് ഈശ്വരാനുഗ്രഹം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തർ വൃശ്ചിക മാസം ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പ്രാർത്ഥന, ധ്യാനം എന്നിവ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. സകല പാപങ്ങളും അകന്ന് ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുന്നതുമാണ്. നാളെ മാർഗശീർഷ മാസത്തിലെ വ്യാഴാഴ്ചയും അതേപോലെ പഞ്ചമി തിഥിയുമാകുന്നു. നാളെ ഇതിനാൽ കുബേര പഞ്ചമി എന്നും പരാമർശിക്കുന്നതാണ്. നാളെ ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലം വന്ന് ചേരുന്നതുമാണ്. ഇതേക്കുറിച്ച് മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിഥിയെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. പഞ്ചമി തിഥിയുടെ തുടക്കം ഡിസംബർ 5, 2024 ഉച്ചയ്ക്ക് 12:49 പഞ്ചമി തിഥിയുടെ അവസാനം വരുന്നത് ഡിസംബർ 6 ഉച്ചയ്ക്ക് 12:07 ഈ പഞ്ചമിയെ വിവാഹ പഞ്ചമി എന്നും പരാമർശിക്കുന്നതാണ്. സീതാദേവിയുടെയും ശ്രീരാമസ്വാമിയുടെയും വിവാഹം നടന്ന ദിവസം എന്നാണ് വിശ്വാസം. അതിനാൽ ചില തെറ്റുകൾ നാളെ നിങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കില്ല. അതേക്കുറിച്ചും മനസ്സിലാക്കാം. ഡിസംബർ 5, 6 ദിവസങ്ങളിൽ അതിനാൽ പ്രത്യേക പ്രാധാന്യം തന്നെ വന്ന് ചേരുന്നതുമാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായും ചെയ്യാൻ പാടില്ലാത്തതായ കാര്യം ദമ്പതികൾ തമ്മിലുള്ള കലഹമാണ്. ഒരിക്കലും ദമ്പതികൾ തമ്മിൽ കലഹിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം നഷ്ടമാകുന്നതിനും നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ മൂദേവി സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. നാളെ ഒരിക്കലും നിങ്ങൾ കുളിക്കാതെ ഇരിക്കരുത്. അത്രമേൽ ശുഭകരമായ ഒരു ദിവസമാകുന്നു. അതിനാൽ കുളിച്ച് ശുദ്ധിയോടെ നിങ്ങൾ ഇരിക്കേണ്ടത് അനിവാര്യമാണ്. ശുഭവസ്ത്രങ്ങൾ നാളെ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കീറിയ വസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കരുത്. കയ്പേറിയ വസ്തുക്കൾ നാളെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. കൂടാതെ മുട്ട, മാംസം, വെളുത്തുള്ളി തുടങ്ങിയവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നാളെ നഖമോ മുടിയോ മുറിക്കുവാൻ പാടുള്ളതല്ല. അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കേണ്ടതായിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് ചെയ്യുന്നതിൽ തെറ്റില്ല, അല്ലാതെ നിങ്ങൾ ചെയ്യരുത് എന്ന കാര്യം ഓർക്കുക. തിഥിക്ക് ശേഷം ചെയ്യുക. വീട്ടിൽ അരി, മഞ്ഞൾ, കുങ്കുമം, ഉപ്പ് ഇല്ലാതിരിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ അവ വീടുകളിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വീട്ടിൽ പ്രത്യേകിച്ചും നാളെ ക്ഷേത്ര ദർശനത്തിനായി പോകുന്നത് ഏറ്റവും ശുഭകരമാണ്. കുടുംബാംഗങ്ങൾ ഏവരും ക്ഷേത്ര ദർശനം നടത്തുക. ലക്ഷ്മി പൂജ, ലക്ഷ്മി നാരായണ പൂജയിൽ പങ്കെടുക്കുന്നത് ഏറ്റവും വിശേഷവുമാകുന്നു. അതിനാൽ സാധിക്കുന്നവർ ഈ ഒരു കാര്യവും നാളെ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. കൂടാതെ 2 നേരം നിങ്ങൾ വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 നേരം തന്നെ ഭദ്രദീപം തെളിയിക്കുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലം നിങ്ങൾക്ക് നൽകും. കൂടാതെ ഈ സമയം മുല്ല സമർപ്പിക്കുന്നത്, അതായത് മുല്ല പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. 108 തവണ തുളസിയില, മുല്ല ഉപയോഗിച്ച് 108 തവണ മുല്ലപ്പൂ അല്ലെങ്കിൽ തുളസിയില സമർപ്പിച്ച് ഈ മന്ത്രം ഉരുവിട്ട് അർച്ചന ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു. ലക്ഷ്മി നാരായണ നമഃ എന്നാണ് മന്ത്രം. ലക്ഷ്മി നാരായണ നമഃ എന്ന ഈ മന്ത്രം തീർച്ചയായും നാളെ ഇപ്രകാരം നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയാണ് എങ്കിലും ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ നാളെ മഞ്ഞൾ അല്ലെങ്കിൽ കളഭത്തിലകം അണിയുന്നത് ഏറ്റവും ശുഭകരമാണ്. കുടുംബത്തിലെ എല്ലാവരും ഇപ്രകാരം അണിയുവാൻ ശ്രമിക്കുക. സുമംഗലികളായ സ്ത്രീകളാണ് എങ്കിൽ നാളെ താലി പൂജിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്, ഏറ്റവും ഉത്തമമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ദീർഘ സുമംഗലി ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. അതിനാൽ തീർച്ചയായും ഈ കാര്യം ഏവരും ഓർക്കുക. കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പലവിധ ദുരിതങ്ങളെയും
തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. തീർച്ചയായും ഈ കാര്യം ചെയ്യണം. ഇനി ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട്. നാളെ രാത്രി 7-ന് ശേഷം 8 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കോ ഉള്ളിൽ വരാഹിദേവിക്ക് വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ദേവി ഇരിക്കുന്നതായ രൂപത്തിൽ അത്തരത്തിൽ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മന്ത്രം ഇപ്രകാരമാണ്: ഓം ശ്രീ മഹാപഞ്ചമി, ഓം ശ്രീ ദണ്ഡനാഥ, ഓം ശ്രീ സംഗീത, ഓം ശ്രീ സമയേശ്വരി, ഓം ശ്രീ സമയ സംഗീത, ഓം ശ്രീ വരാഹി, ഓം ശ്രീ പോട്രി, ഓം ശ്രീ ശിവ, ഓം ശ്രീ വർത്താലി, ഓം ശ്രീ മഹാസേന, ഓം ശ്രീ ആഗ്നചക്രേശ്വരി, ഓം ശ്രീ രജ്ഞി എന്നാണ് മന്ത്രം. ഈ മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ഓം ശ്രീ മഹാപഞ്ചമി, ഓം ശ്രീ ദണ്ഡനാഥ, ഓം ശ്രീ സംഗീത, ഓം ശ്രീ സമയേശ്വരി, ഓം ശ്രീ സമയ സംഗീത, ഓം ശ്രീ വരാഹി, ഓം ശ്രീ പോട്രിനി, ഓം ശ്രീ ശിവ, ഓം ശ്രീ വർത്താളി, ഓം ശ്രീ മഹാസേന, ഓം ശ്രീ ആഗ്നചക്രേശ്വരി, ഓം ശ്രീ അരിഗ്നി എന്നാണ് മന്ത്രം. തീർച്ചയായും ഈ മന്ത്രം മുൻപ് പരാമർശിച്ച ആ രീതിയിൽ തന്നെ നിങ്ങൾ ജപിക്കുവാൻ ശ്രമിക്കുക. ദേവിയുടെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആ വീടുകളിൽ വന്നു നിറയും. തീർച്ചയായും പറഞ്ഞ സമയത്ത് തന്നെ രാത്രി 7 മണിക്ക് ശേഷം ഈ മന്ത്രജപം ആരംഭിക്കുവാൻ ഏവരും ശ്രമിക്കുക.